എത്രയെത്ര നഷ്ടങ്ങളുടെ സഞ്ചിത ഭാവത്തെ വിളിക്കേണ്ട പേരാണ് നമ്മുടെയൊക്കെ ജീവിതം. ഒരു മനുഷ്യനെന്നാൽ ഒരു സമ്മാനപ്പൊതി പോലെയാണ്, അഴിയും തോറും പ്രകാശിക്കുന്നത്. വളരെ കാലത്തിന് ശേഷം കണ്ടുമുട്ടിയ ആത്മമിത്രങ്ങളായിരുന്നു അവർ. പരസ്പരം മിഴികളിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഭംഗിയൊക്കെ പോയോ? മൂക്കിന് താഴെ ഒരു വര വീണിട്ടുണ്ട്, കണ്ണിന് താഴെ കറുപ്പും. സൂക്ഷിച്ചു നോക്കിയാൽ നര കാണാം. പക്ഷേ അയാൾ അതൊന്നും കണ്ടില്ല. ഉള്ളിൽ വല്ലാതെ പതിഞ്ഞുപോയ ഒരു മുഖമായിരുന്നു. അതിനു മുൻപോ പിൻപോ അത്തരത്തിലൊരു ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും 40കളുടെ രണ്ടാം പാതി പിന്നിടാറായ ഒരാളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ ഇതൊന്നുമല്ലെന്ന് അവളോട് പറയണമെന്ന് തോന്നി. ബാല്യകൗമാരങ്ങളിൽ സൗന്ദര്യമെന്ന കല്ലിൽ തട്ടി വീഴാത്തവർ ആരുമില്ലെങ്കിൽ പോലും ഒരു പൂവിരുത്ത് പൊട്ടിയ മഷിക്കുപ്പിയിൽ വെച്ചാലും ചുളുങ്ങിയ പൗഡർ ടിന്നിൽ വെച്ചാലും അതൊരു പൂപ്പാത്രമായി മാറുന്നത് പോലെ ഉള്ളിലൊരു പൂവുണ്ടായിരിക്കുകയാണ് പ്രധാനം. അകപ്പൊരുളിൻ്റെ പരിമളമാണ് സൗന്ദര്യം. മിഴികൾ തുറന്ന് അവളിലേക്കൊന്ന് നോക്കൂ. നരച്ചിട്ടുണ്ടാവും, ചുളിവുകൾ വീണിട്ടുണ്ടാവും. എങ്കിൽ പോലും അവൾ മാത്രം കാത്തു സൂക്ഷിക്കുന്ന ഒരു അഴകുണ്ട്. ആ അഴകിനെ കാണാൻ എല്ലാവർക്കും ആവട്ടെ.